എന്തും ചുറുചുറുക്കോടെ അന്വേഷിച്ച ഏത് തുമ്പില്ലാത്ത കേസിനും തുമ്പുണ്ടാക്കുന്ന കേരള പോലീസിന് ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ചാ പറയാനേ എനിക്ക് ഉത്തരവില്ല. തല ഉയർത്തി നിൽക്കാനും ആവില്ല. മാഡം, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഈ സിറ്റിയിൽ ഇനി അവർക്ക് വേണ്ടി തിരയാത്ത സ്ഥലങ്ങളില്ല. റസാക്കെ, മോശമാണിത്. കുഞ്ഞിനെ അമ്മയും ഒരുമിച്ചാണ് കാണാതായതെങ്കിൽ അവരെവിടെയെങ്കിലും ഒരുമിച്ചുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലല്ലോ സംഭവിച്ചത്. കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിലാണ് ചേച്ചിയെ കാണാതായിരിക്കുന്നത്. കുഞ്ഞിനെ തിരക്കി മാഡത്തിന്റെ ചേച്ചി ഒരുപക്ഷെ മറ്റേതെങ്കിലും സ്റ്റേറ്റുകളിലേക്ക് പോയിട്ടുണ്ടോ എന്ന് കൂടി അന്വേഷിക്കുന്നുണ്ട്. മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ വഴിക്കും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പ്രധാന ജംഗ്ഷനുകളിലെ CCTV ഫുട്ടേജ് പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ചെയ്തായിരുന്നോ? അതിനുവേണ്ടി മാത്രം 2 വനിതാ പോലീസുകാരെ നിയമിച്ചിട്ടുണ്ട് മാഡം. പിങ്ക് പോലീസിന്റെ രാത്രികാല പെട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തിട്ടും നമുക്കൊരു വിവരവും കിട്ടുന്നില്ലല്ലോ റസാഖ്. മാഡം, ഒന്നുകിൽ ആരുടെയെങ്കിലും കയ്യിലകപ്പെട്ട് പുറത്തു വരാൻ പറ്റാത്ത വിധത്തിൽ മാഡത്തിന്റെ ചേച്ചി ലോക്കായിട്ടുണ്ട്. അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ഇനി അങ്ങനെ എന്തെങ്കിലും... ഹേയ്, ഒരിക്കൽ അതിന് ശ്രമം നടത്തിയവര് പിന്നീട് അങ്ങനെ ഒരു സാഹസം ചെയ്യാൻ തയ്യാറാവില്ല. മരിക്കുന്നതിനേക്കാൾ ഭീകരമാണ് മരിക്കാനായി ശ്രമിച്ചിട്ട് അതിന് കഴിയാതെ രക്ഷപ്പെട്ട് തിരിച്ചു വന്നവരുടെ അവസ്ഥ. അതനുഭവിച്ചിട്ടുള്ള ആരും പിന്നീട് അതിലേക്ക് എടുത്തു ചാടില്ല. മാഡം, 2 ദിവസം കൂടി എനിക്ക് സമയം തരണം. അതിനുള്ളിൽ എനിക്കവരെ കണ്ടെത്താൻ പറ്റുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ശരി, റസാഖിന്റെ രീതി തന്നെ അന്വേഷിച്ചോളൂ. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് തരുന്ന വിവരങ്ങൾ പോസിറ്റീവായിരുന്നാൽ മാത്രം മതി. എന്നാ മാഡം, ഞാനങ്ങോട്ട്. ഒന്ന് 2 പേരെ കാണാനുണ്ടായിരുന്നു. വരുന്ന വഴിക്കാ ശാലിനി ഇവിടെ നിൽക്കുന്ന കണ്ടത്. ഞാൻ റസാഖിനെ കണ്ടു നിന്നത്. ഷാരിയേച്ചിയെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചും ഒരു വിവരവും കിട്ടിയിട്ടില്ല. അതേക്കുറിച്ച് സംസാരിക്കായിരുന്നു. എനിക്കിപ്പോ സംശയം ആ രാജുവിന്റെ അമ്മയമ്മാവനെയാ. അവരെ 2 പേരെയും ശരിക്കൊന്ന് കുടഞ്ഞ എല്ലാ സത്യങ്ങളും പുറത്തു വരുമെന്നാ തോന്നുന്നത്. പിന്നെ ബേസിക്കലി റസാഖ് ഒരു മടിയനാ. ഒന്നിച്ച് പഠിച്ചതുകൊണ്ടും ശരിക്കറിയാവുന്നതുകൊണ്ടും ഞാൻ പറയുക, സ്ട്രിക്റ്റ് ആയിട്ട് വാണിംഗ് നൽകിയാൽ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. പിന്നെ സത്യാമ്മ തനിക്കെതിരെ എന്തൊക്കെയോ നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോ എനിക്ക് മനസ്സിലായതാ. ഒന്ന് കരുതിയിരിക്കുക. ഏതായുധത്തെയും നേരിടാനായി മനസ്സുകൊണ്ട് ഒരുങ്ങിയിരിക്കുക. ചാവേറാവാതെ നമുക്കിവിടെ പിടിച്ചു നിൽക്കണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ശത്രുക്കൾ കൂടുമ്പോ ആരോപണങ്ങളും കൂടും. അതിനെ നേരിടാൻ മനസ്സുകൊണ്ട് തയ്യാറായാൽ നമ്മളും ജയിച്ചു. അല്ല, ഇനിയിപ്പോ വീട്ടിലേക്കല്ലേ? കുട്ടികൾ അവിടെ റെഡിയായി നിൽക്കുക. 1-2 വട്ടം വിളി വന്നു. കുട്ടികളുടെ കാര്യത്തില് എന്നേക്കാൾ ഉത്തരവാദിത്വം ശിവന്.